നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും എങ്ങനെയാ മുന്നോട്ട് പോണ ഒരു ദിവസം എന്ന് നമ്മൾ വളരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഒരു പഞ്ച്വലായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫങ്ഷനിങ് ആയിട്ടോ ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതം പോകുന്നുണ്ടാവുക. പലപ്പോഴും ഇന്ന് ഞാൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ ജീവിതമൊക്കെ എങ്ങനെയല്ലോ ജീവിച്ച് ഇവിടം വരെ എത്തി എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുക അല്ലെ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോണത് നമ്മുടെ ഒരു 7 ഡേയ്സ് ഇനി വരുന്ന ഒരു 7 ഡേയ്സിലേക്ക് നമ്മളെ ലൈഫിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഒരു പഞ്ച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്തു പോകാനും എല്ലാം പറ്റും കേട്ടോ. നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ പഞ്ച്വൽ ആയിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതോ സമയത്ത് എഴുന്നേറ്റു, ഏത് സമയത്ത് കിടന്നുറങ്ങി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയോ ചെയ്തു തീർത്തു, ചില സമയത്ത് ഉറങ്ങാൻ നേരം വരെ നമുക്ക് നമ്മൾ ചെയ്തു തീർക്കാനുള്ള പണി തീർന്നിട്ട് വരെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ പോവാല്ലേ. എന്റെ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ മുഴുവനായിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കിത് മാറി വരാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും. അപ്പൊ ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടാനുള്ള ഒരു പ്രചോദനമാണ്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മര്യാദക്കൊരു ടൈം ഒന്നും ഫിക്സ് ആവാത്ത, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും ഒരു ഡേ കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും നമ്മൾ എല്ലാവരും ചിന്തിച്ചു നോക്കിയാൽ. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് നമ്മൾ ഇരുന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഇരുന്ന് പേപ്പറിലേക്ക് എഴുതാട്ടോ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷനിങ് ആയിട്ട് പോയിട്ടുള്ള ഒരു ലൈഫാണോ, നമ്മൾ നല്ല ട്രാക്കിലൂടെയാണോ കടന്നു പോകുന്നത് എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തു വരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെ. ഈ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നത്, നമ്മളെ ലൈഫ് ഒരു പ്രൊഡക്റ്റീവ് ആക്കാതിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണുള്ളത് എന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഒരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ആ പേപ്പറിൽ എഴുതിയിട്ട് കാണാം, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ എന്താണ് നമ്മുടെ നല്ല രീതിയിൽ പോകാത്ത ഒരു ഹാബിറ്റ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കൂടെ ചിന്തിക്കാം. നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, എന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ തോട്ട് ചെയ്തതും ഞാൻ ചിന്തിച്ചതും ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതിനെ ഇപ്പൊ എനിക്ക് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ള കാര്യം ചിലപ്പോൾ പഞ്ച്വൽ ആവാറില്ല, രാത്രി ഉറങ്ങുന്ന കാര്യം ചിലപ്പോൾ പഞ്ച്വൽ ആവാറില്ല, പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല, ഡയറ്റ് ആയിക്കോട്ടെ എക്സസൈസ് ആയിക്കോട്ടെ എല്ലാത്തിനും എനിക്ക് ടൈം തികയാറില്ല. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ അത് എല്ലാ ദിവസവും എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാറില്ല. എന്റേതായ ഒരുപാട് ലൈഫിന്റെ പ്രശ്നങ്ങളും പ്രോബ്ലംസും കാരണം, കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റാറില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവില്ലേ, നിങ്ങൾ ഇപ്പം എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാട്ടോ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്നുള്ളത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതും കൂടെ ചിന്തിക്കാട്ടോ. എന്റെ ലൈഫിൽ ഞാൻ ജീവിക്കുന്നത് ഒരു കുടുംബത്തിലാണ്, ഒരു ബിഗ് ഫാമിലി ആട്ടോ. ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്റെ മക്കളുണ്ട്, ഹസ്ബൻഡ് ഏട്ടനും വൈഫും കുട്ടികളുണ്ട്, അച്ഛൻ അമ്മ പിന്നെ ആന്റി ഉണ്ട്, മുത്തശ്ശിണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് ഒരാൾക്ക് മാത്രം എന്റെ ടൈമിനെ മാനേജ് ചെയ്തിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരുടെ ടൈം ഒരുപോലെ മാനേജ് ആയി വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഒരു ലെവലിലേക്ക് എത്തുക. അപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഇനി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ ഉറങ്ങാൻ കിടക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ടൈം ആട്ടോ ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾ 10 മണിയാകുമ്പോൾ എല്ലാവരും റൂമിൽ പോയി കിടക്കെങ്കിലും അവിടുന്ന് ഞാൻ കിടക്കണമെങ്കിൽ എനിക്ക് 11 മണിയാവും. കാരണം വെച്ചാൽ ഹസ്ബൻഡ് ഗൾഫിലാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിൽ എത്താൻ 10 മണിക്കാണ്. അതിന്റെ ആ 10 മണിന്റെ ടൈം ഒരു 9 മണിയോ ആക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയിൽ അടങ്ങുന്ന ആൾക്കാരാണ്, നമുക്ക് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ. എല്ലാവരും കൂടെ ഒത്തു വന്ന് നമുക്ക് പ്രയർ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ ടൈം ഉണ്ടാവും. കാരണം ആരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ഒരു കൂട്ടുകുടുംബം ആയിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ടൈം അവരുടെ ടൈം മാനേജ് ചെയ്യുന്ന പോലെ എല്ലാവരും കൂടെ ചെയ്യാൻ. അപ്പൊ 10 മണി എന്നുള്ളത് ഫിക്സഡ് ആണ്, എല്ലാവരും 10 മണിയാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എത്തും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആള് ഗൾഫിലായതുകൊണ്ട് ആളെ കോൾ ചെയ്യുക, കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ ഫോൺ ചെയ്യുന്നതിലൂടെയാണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും 10:30 മോളെ ഉറക്കാൻ കിടത്തി കഴിഞ്ഞാൽ 11 മണിയാവും എനിക്കൊന്ന് ഉറങ്ങാൻ കിടക്കാൻ. ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു 11 മണി തൊട്ട് 11:30 വരെയൊക്കെ ഞാൻ വീഡിയോ എഡിറ്റിംഗ് ചെയ്യും. അത് കൂടെ തന്നെ ഹസ്ബൻഡിനോട് ചാറ്റും ചെയ്തിട്ടായിരിക്കും. ഇതെനിക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്തേ പറ്റൂ, എനിക്ക് ചെയ്യണം, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ലൈഫിന്റെ കാര്യമാണ്, അതേപോലെ തന്നെ എനിക്ക് ഞാൻ ചെയ്യുന്ന വർക്കിന്റെ ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇതെനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും എങ്ങനെ ടൈം ഞാൻ മാനേജ് ചെയ്ത് നോക്കുകയാണെങ്കിലും പറ്റാറില്ല. അപ്പം എന്റെ ഒരു വലിയ പ്രോബ്ലം, ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാണ്, രാത്രി ഉറങ്ങുന്നതും എനിക്ക് ലേറ്റ് ആവാറുണ്ട്, രാവിലെ എഴുന്നേൽക്കുന്നത് ഞാൻ എപ്പോഴും
ഞാൻ കറക്റ്റ് ഒരു ടൈം മാനേജ് ചെയ്ത് തന്നെയാണ് എഴുന്നേക്കുന്നത്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഉപരി കുറച്ച് നേരത്തോടെ എഴുന്നേറ്റിട്ട് നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ, എക്സസൈസും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നെ കൂടെ പറ്റാറില്ല. ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും 7 to 8 hours ഉണ്ടാവണം. അത് നമ്മൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുകയാണെങ്കിലും അത് നമ്മൾ മാനേജ് ചെയ്ത് തന്നെ ഉറങ്ങിയിരിക്കണം. ഉറക്കം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. നമ്മൾ എഴുന്നേക്കുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റ് നല്ല ഹെൽത്തി ആയിരിക്കും നമ്മുടെ ബോഡി ആയാലും നമ്മുടെ മൈൻഡ് ആയാലും. അത് കറക്റ്റ് ആണ്. പക്ഷേ ഒരു 2 മണിക്ക് കിടന്ന ഒരാള് രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും നല്ലൊരു മോർണിംഗ് ആയിരിക്കില്ല. കാരണം നല്ലൊരു ഉറക്കം എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പം എല്ലാ രീതിയിലും നമ്മൾ മാനേജ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പൊ റീസൺ പറഞ്ഞില്ലേ. എനിക്ക് ഫാമിലിയിൽ ജീവിക്കുന്നതാണ്. അപ്പം അതിൻ്റെതായ ടൈം മാനേജിങ് ഉണ്ട്. എന്റേതായ ഈ കാര്യങ്ങളും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ഉറക്കം കുറയുന്നുണ്ട്. അപ്പൊ മോർണിംഗ് എഴുന്നേക്കൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നതാണ്, പരോക്ഷമായിട്ട് ഞാൻ ഒരു വീഡിയോസോ കാര്യങ്ങളോ കണ്ടിരുന്നിട്ടല്ല ഞാൻ ഉറങ്ങാതിരിക്കുന്നത്. പലരും അങ്ങനെയുണ്ട്. എനിക്ക് എന്റെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചാറ്റ് ചെയ്യലോ ഈ ഒരു കാര്യം കൊണ്ടാണ് എന്റെ ഉറക്കം അവിടെ മിസ്സായി പോണത്, ടൈം മാറിപ്പോണത്. പക്ഷെ പലരും ഇന്ന് നൈറ്റ് കിടന്നാലും ഫോൺ ഒരുപാട് സ്ക്രോൾ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇത് എത്ര വലിയ പ്രോബ്ലം ആണെന്ന് നമ്മൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉറക്കം എത്രത്തോളം അവിടെ ഇല്ലാതാവുന്നുണ്ടെന്ന് അറിയോ? ഉറക്കം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു ഹാബിറ്റ് ആണ് ഒരു ദിവസത്തില്. അത് മസ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ നല്ല ഹെൽത്ത് ആയാലും നല്ല മൈൻഡ് ആയാലും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ കണ്ടെത്തിയിട്ടുള്ള എന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഉറക്കായാലും എഴുന്നേൽക്കുന്നതായാലും ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടും. അതിന് എന്താണ് റീസൺ എന്നുള്ളതും നിങ്ങൾക്ക് കിട്ടും. ചിലർക്ക് ഫോൺ സ്ക്രോളിംഗ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ആ കാര്യങ്ങളും. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കാട്ടോ ആ ദിവസം. നിങ്ങൾക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ നിങ്ങളോട് ഫോൺ നോക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ നിങ്ങൾ എന്താക്കണം, ഈ ഫോൺ ഞാൻ ഉറങ്ങാൻ സമയത്ത് നോക്കണം. അതുവരെ നമ്മൾ രാവിലെ ഒരുപാട് സമയങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെലവഴിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഫോൺ നോക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും 1 hour മാത്രം നിങ്ങൾ ഫോണിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന് തരുന്നത് വലിയൊരു സൊല്യൂഷൻ ആട്ടോ ഒരുപാട് പ്രോബ്ലങ്ങൾക്കുള്ള. അപ്പൊ നിങ്ങൾ ഈ രാത്രി ഫോൺ വേറെ റൂമിൽ വെച്ചിട്ട് നിങ്ങളെ റൂമിൽ വന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യെത്താ ദൂരത്താണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാനും തോന്നില്ല, ഒന്നും കാണാനും തോന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്കൊരു സൊല്യൂഷനും കണ്ടെത്താട്ടോ. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ ചെയ്യേണ്ട, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി ഫസ്റ്റ് ഡേ ചെയ്യേണ്ട കാര്യം. അപ്പം ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും. അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അതിന്റെ സെക്കൻഡ് ഡേ മുതൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അതാണ് ഇപ്പൊ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മാറ്റി വെക്കുക എന്നുള്ളതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം വെറുതെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിന് സൊല്യൂഷൻസ് കണ്ടിട്ട് അത് ഈ സെക്കൻഡ് ഡേ തൊട്ടിട്ട് നിങ്ങളത് നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഫോൺ യൂസ് ചെയ്യുന്നത് മാറ്റി വെക്കാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ എനിക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മോളുണ്ട്. മോൾ എന്റെ കൂടെ തന്നെയാണ്. അപ്പൊ ഞാനിത് ചെയ്യുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് അവളുടെ കൂടെ തന്നെ ഇരുന്ന് കളിക്കണം, അങ്ങനെയാണ്. അവൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവും, അവള് കാര്യം. അപ്പം എനിക്കിത് ചെയ്യാനും പ്രോപ്പറായിട്ട് ചെയ്യാനും പറ്റില്ല. കുട്ടീനെ വരെ ആരെങ്കിലും ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മോർണിംഗിൽ ചെയ്യാൻ പറ്റും. കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ടൈം ഇല്ല. ഉറക്കം എന്ന് പറയുന്നത് എനിക്ക് 7 to 8 എങ്ങനെയെങ്കിലും 7 hours എനിക്ക് ഉറങ്ങണം എന്ന് ഉറപ്പായിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതാണെങ്കിലും പറ്റുന്നില്ല. അപ്പം അതിൻ്റെതായ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ കണ്ടെത്തിയതിനു ശേഷം സെക്കൻഡ് ഡേ തൊട്ടിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. പിന്നെ പൊതുവെ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ടൈം ടേബിളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും കേട്ടോ, പഞ്ച്വലായിട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഞാനൊക്കെ എന്റെ ലൈഫിൽ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കുക, ഇത്ര സമയമാകുമ്പോഴേക്കും ഫുഡ് കഴിച്ചു കഴിയും, ഇതൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെ ആവില്ല. ചില ആൾക്കാര്, ഞാനിപ്പോ പറയാം, നിങ്ങൾ തേർഡ് ഡേ തൊട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം മാനേജിങ് ഉണ്ടാവണം. അതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യം. നിങ്ങൾ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കി ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. അപ്പൊ നിങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ആണ് ചിന്തിക്കുന്നത് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക, ഇന്ന് ഓട്സ് വേണോ അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ആക്കണോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പോഴാണ് തിങ്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ടൈം പോയി കിട്ടും. അത് ടൈം പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആ ഡേയിലെ ഓരോ കാര്യങ്ങളും നിങ്ങളിങ്ങനെ ലാക്കാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം നിങ്ങളുടെ ആ ഒരു ദിവസത്തിനെ വല്ലാതെ മെസ്സി ആക്കും, അല്ലെങ്കിൽ എത്രത്തോളം പ്രൊക്കാസ്റ്റിനേഷൻ ആക്കി വെക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ദിവസത്തിൽ നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ എഴുന്നേൽക്കുന്നതും സമയത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യമായിട്ടോ നമ്മൾ ആ ലൈഫിന്റെ ആ ഒരു ദിവസം
നമ്മളെ എനർജറ്റിക് ആക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളിപ്പം രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത് തലേ ദിവസമേ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഫ്രഷ് ഒക്കെ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ വിചാരിച്ച കാര്യം ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, എല്ലാം ചെയ്യാല്ലേ. അങ്ങനെ ചെയ്യാത്ത ഒരു ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. തലേ ദിവസം തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. പിറ്റേ ദിവസം എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ടൈമൊക്കെ വളരെ പക്കയായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ തലേ ദിവസം തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാം. എഴുതി വെക്കാൻ അങ്ങനെ എഴുതി വെച്ചൊരു ജീവിതമല്ല എപ്പോഴും കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത സാധാരണക്കാരനായ ആൾക്കാരാണെങ്കിൽ ചിന്തിച്ച് വെക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് നാളെ രാവിലെ തൊട്ട് നിങ്ങൾക്ക് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ചില ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അന്നത്തെ ദിവസം. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഇന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇന്നൊക്കെ ചെയ്ത് തീർക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിംഗ് മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ പറയുന്നില്ല ബുക്ക് വേണം, ഞാനൊക്കെ ബുക്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷെ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മുടെ അമ്മമാരും പഴയ ആൾക്കാരൊക്കെ അവരുടെ ലൈഫ് ജേർണി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ ഒരു സാറ്റർഡേ ലീവ് ആണെങ്കിൽ അമ്മ രാവിലെ എഴുന്നേറ്റ് ഇന്ന് അലക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അമ്മ ചെയ്യാൻ, അമ്മ അതൊന്നും എഴുതി വെച്ചിട്ടല്ല, പക്ഷെ അമ്മ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മ മനസ്സുകൊണ്ട് കരുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഫോണിൽ ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ബുക്കിലായാലും എഴുതി വെച്ചിട്ട് നിങ്ങൾ ട്രാക്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ആദ്യമൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശീലം ഇല്ലെങ്കിൽ. പക്ഷെ അത് ചെയ്ത് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈഫിന്റെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ പറയാനുള്ള ക്ലീൻ അപ്പ് യുവർ സറൗണ്ടിങ്. നിങ്ങൾ മെസ്സാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളത്. പലപ്പോഴും നമ്മളെ വീട്ടിലൊരു ഉത്സവങ്ങൾ വരാം, നമ്മൾ ഓണം, ക്രിസ്മസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതലും വീട് ക്ലീൻ ചെയ്യുക. അങ്ങനെയാവുന്ന അതല്ലാതെ നമ്മൾ ഇപ്പൊ പരോക്ഷമായിട്ട് മറ്റുള്ളവർ കയറി വരുന്ന സമയത്ത് നമ്മുടെ ഹോളൊക്കെ നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ എല്ലാ ദിവസവും ചെയ്യുന്ന ആൾക്കാർ ആയിരിക്കും അല്ലെ. ബെഡ്റൂം ക്ലീൻ ചെയ്യാന്നുള്ളതൊക്കെ ഇതൊക്കെ വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ചില വീടുകളിലൊക്കെ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ അലക്കി വന്നിട്ടുള്ള തുണിയൊക്കെ ഒരു ഭാഗത്ത് കൂനയാക്കി ഇട്ടിട്ടുണ്ടാവും, ബെഡ്റൂം ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നും മെസ്സാക്കി വെക്കാതെ അതൊക്കെ എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പം അത് നിങ്ങളുടെ ലൈഫിനെ എത്രമാത്രം പഞ്ച്വലാക്കാനും നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ഒരു ട്രാക്കിൽ കൊണ്ടുപോകാനും വേണ്ടി സഹായിക്കും കേട്ടോ. നിങ്ങളുടെ ചുറ്റുപാടും ചില ദിവസങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. ക്ലീനിങ് ഒക്കെ നമ്മൾ കിച്ചണൊക്കെ ചിലപ്പോൾ ഒരുപാട് മെസ്സായിട്ടിരിക്കും. നമ്മൾ സാധനങ്ങളും പാത്രങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ നമ്മൾ പുറമെ കാണുന്ന രീതിയിൽ മാത്രമായിരിക്കും ക്ലീൻ ചെയ്തിട്ടുണ്ടാവുക. ഉള്ളിലേക്കൊന്നും നമ്മൾ ആരും കാണുന്നില്ല. നമുക്ക് എപ്പോഴും ഡെയിലി ആരും അത് ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. അങ്ങനെയുള്ള നമ്മൾ അതിനെല്ലാം ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി അതൊരു ശീലിക്കണം കേട്ടോ. അല്ലാതെ ഒരു ഉത്സവങ്ങളോ അല്ലെങ്കിൽ ക്രിസ്മസോ എന്നിങ്ങനെ വരുമ്പോൾ മാത്രം ചെയ്യാ എന്ന് മാറ്റി വെക്കാതെ ഇന്ന വീക്കിൽ ഇന്ന രീതിയിൽ ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുക. ഡെയിലി ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് മറ്റുള്ളവർ കാണുന്ന സ്ഥലങ്ങൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ മസ്റ്റ് ആണ്. അല്ലാതെ ഡീപ് ക്ലീനിങ് ഉണ്ടാവും, അതും നമ്മൾ വീക്കിലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആ കാര്യങ്ങൾ തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നീട് പോകാൻ 5ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ ഒരു ലൈഫ് ചാർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളെ അറിയാലോ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഭയങ്കര മെസ്സി ആയിട്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻട്രസ്റ്റോട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഓക്കെ ഇത് കുഴപ്പമില്ല എനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചാർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനതായ ഒരു പോയിന്റ് ഉണ്ടാവണം കേട്ടോ. ഇപ്പൊ എനിക്കെന്ന് പറയാൻ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്ങിന്റെ കൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ മിസ്സാക്കി വെക്കുന്നതിനോട് ഇഷ്ടമല്ല. അപ്പം ആ ഒരു കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അതേപോലെ നമ്മുടെ റൂം ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുള്ള ഒരു കാര്യം, റൂമിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എഴുതി പിടിച്ച് ഇങ്ങനെ ബുക്കൊക്കെ വെച്ച് അതങ്ങനെ അവിടെ വലിച്ചിട്ടുണ്ടാവും. അതങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അടക്കി ഒതുക്കി വെക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എത്ര ഞാൻ അടക്കി ഒതുക്കി വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് എത്ര അടക്കി ഒതുക്കി വെച്ചാലും പിന്നത്തെ ഒരു നേരാകുമ്പോഴേക്കും അത് അങ്ങനെ കിടക്കും. കുട്ടികളുടെ വീടാണെങ്കിൽ പ്രത്യേകിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് അടക്കി ഒതുക്കി വെക്കല് എനിക്ക് കുറച്ചൊരു മെസ്സായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമുക്കറിയാം നമുക്ക് ഏത് പോയിന്റിലാണ് നമ്മൾ ഭയങ്കര നല്ല രീതിയിൽ ചെയ്യുക, ഏത് പോയിന്റാണ് നമുക്ക് ഭയങ്കര വീക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ ഒരു ലൈഫ് ചാർട്ട് നിങ്ങൾ കയ്യിൽ ആക്കി വെക്കാന്നുള്ള കേട്ടോ ഡേ 5 എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കൊരു മനസ്സിൽ തന്നെ അറിയണം നമ്മൾ എവിടെയാണ് വീക്ക്, എവിടെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളത്. ആ ഒന്ന് മനസ്സിലാക്കാനുള്ളത് അതിന് ഓരോ പോയിന്റ്സ് ആയിട്ട് കൊടുക്കുക നിങ്ങൾ. ഇപ്പൊ ഞാൻ കുക്കിങ്ങിനൊക്കെ എനിക്ക് 10 out of 10 കൊടുക്കും കേട്ടോ. കുക്കിംഗ് ചെയ്യുന്നതാണെങ്കിലും അവിടെ ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കാനും ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അത് എനിക്ക് ഇൻട്രസ്റ്റ് വരുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ അത് ക്ലീൻ
ക്ലീൻ ചെയ്യാനും നല്ല ടേസ്റ്റിൽ കുക്ക് ചെയ്യാനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്താണോ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ളത് നമുക്കൊരു മാർക്ക് നമ്മൾ മനസ്സിൽ വെക്കുക എന്നുള്ളതും നമ്മളെ തന്നെ ഒരു ബോധം ഉണ്ടാവുക നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതും നമ്മുടെ ലൈഫിനെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇനി 6th ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ 5th ഡേയിലെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ തരംതിരിക്കുക എന്നുള്ളത്. തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ 6th ഡേ തൊട്ട് ചെയ്യേണ്ട അങ്ങോട്ട്, അല്ലെങ്കിൽ 6th ഡേ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം, ഇത് മൊത്തം നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ടൈം എടുത്ത് ചെയ്യാൻ, അതിനൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് ടൈം എടുത്ത് ചെയ്യാനും, മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കളയാൻ പറ്റില്ല. നിങ്ങളുടെ ദിവസം ദൈനംദിന ജീവിതത്തിലുള്ള ഒരു കാര്യമല്ലേ, അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുക. നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊരു നല്ല കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് തന്നാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ ആ ഒരു പ്രാവീണ്യം കാണിക്കും. അല്ലാത്ത ഏരിയയിൽ നിങ്ങൾ കുറച്ച് ടൈം കൊടുത്ത് ചെയ്യാനും ബാക്കിയുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി ശീലിക്കുക കേട്ടോ. ഇത് നല്ലൊരു ഹാബിറ്റ് ആണ്, ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു ഹാബിറ്റ് ആട്ടോ. ഡേയിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ 7th ഡേയിൽ കേട്ടോ, ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ചൂസ് മൈക്രോ ഹാബിറ്റ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ മൈക്രോ ഹാബിറ്റ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം തന്നെ ആയിരിക്കാം. ഇപ്പം എന്റെ ഫോർ എക്സാമ്പിൾ പറയാം, എനിക്ക് വീഡിയോസ് എടുക്കുക എന്നുള്ളത് വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ അത്ര കൺസിസ്റ്റന്റ് അല്ല. കാരണം എന്റെ ടൈം പരിധിയുടെ കുറവുകൊണ്ടും ചില സമയത്ത് ഇൻട്രസ്റ്റിന്റെ കുറവൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഡെയിലി, അല്ലെങ്കിൽ എനിക്ക് ഒരു ഡേ സ്ക്രിപ്റ്റ് ചെയ്തതാണെങ്കിൽ ഒരു ഡേ വീഡിയോ മേക്ക് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഈ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡേ നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഇതുപോലെ ഉണ്ടാവില്ലേ, ചെയ്യാണ്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ ലൈഫിലേക്ക്. അത് നിങ്ങളുടെ ലൈഫിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ലൈഫിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ ലൈഫിന് അത്രയും ബാധകമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ ലേസിനെസ്സും നമ്മുടെ മടിയൊക്കെ കാരണം കൊണ്ട് നമ്മളിങ്ങനെ അത്ര അതിന് അത്ര കൺസേൺ ചെയ്യാതെ വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെ ലൈഫിൽ. ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യാട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ ഈ ഒരു 1 വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാനാ പറഞ്ഞത്. ഇത് 1 വീക്കോടെ സ്റ്റോപ്പ് ചെയ്യാനല്ല, ഇതിങ്ങനെ സൈക്കിൾ പോലെ നിങ്ങൾ ചിന്തിച്ചും പ്രവർത്തിച്ചും നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുക. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോവാണെങ്കിൽ ഒരു നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസവും അതുപോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവാട്ടോ. നിങ്ങളുടെ ലൈഫിന് ഒരു ഫംഗ്ഷനിങ് ആയിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ഒരു ലൈഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നല്ലൊരു സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ. ഇങ്ങനെ ഇരിക്കുന്നതാണ് ലൈഫ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുക. അല്ലാതെ നമ്മളെ ലൈഫ് തിരിച്ചു നോക്കുമ്പോൾ ഇന്നലെ എന്തോ ആയിരുന്നു, ഇന്നലെ എങ്ങനെയോ ആയിരുന്നു, അങ്ങനെ തോന്നാതെ എന്റെ ലൈഫിനെ എല്ലാത്തിനും ഒരു അടുക്കവും ചിട്ടയും ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ ചിട്ടയോടും കൂടെ പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. പിന്നെ ഒരു പാരന്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് എനിക്ക് പറയാം, നിങ്ങൾ ഇത്രയും പഞ്ച്വലാണ്, നിങ്ങളെല്ലാം ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടാണ് പഠിക്കുക കേട്ടോ. ഇതിന് എനിക്ക് എത്ര പറഞ്ഞാലും ചില ആൾക്കാരൊക്കെ പറയും അവർ കുഞ്ഞുങ്ങൾ വളരുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ അവർ ആരെങ്കിലും റോൾ മോഡൽ ആക്കാൻ. ഇല്ല, കുട്ടികളുടെയൊക്കെ എല്ലാ റോൾ മോഡലും അവരുടെ പാരന്റ്സ് ആയിരിക്കും. കാരണം എന്റെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെ അവരെ പോലെയാണ്. പക്ഷെ ഞാൻ ജീവിച്ചു വന്ന് തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്റെ അച്ഛനെ പോലെയാണ്, ഞാൻ എന്റെ അമ്മയെ പോലെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു പഞ്ച്വൽ ആവാനും അതേപോലെ നിങ്ങളെ കണ്ട് ഒരുപാട് പേരുടെ ലൈഫിലേക്ക് അതൊരു ഇൻസ്പയർ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.